നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ആദ്യം പ്രപഞ്ചത്തോട് നന്ദി പറയുക. കാരണം ഇതാണ് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയ രഹസ്യം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ 10 ഇരട്ടി വേഗത്തിൽ സഫലമാകും. നമുക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോൾ മാത്രം നന്ദി പറയുക എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ ആദ്യം നന്ദി പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തുടങ്ങുന്നു. ഒരു കാര്യം ലഭിക്കുന്നതിന് മുൻപേ നിങ്ങൾ നന്ദി പറയുമ്പോൾ പ്രപഞ്ചം അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി കണക്കാക്കാൻ തുടങ്ങുന്നു. ഒപ്പം അത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഇതൊരു മാജിക് അല്ല, ശാസ്ത്രവും ആത്മീയതയും ചേർന്നുള്ള ഒരു വിസ്മയമാണ്. നമ്മുടെ മനസ്സിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഒരു കാര്യം സംഭവിച്ചു എന്ന് വിശ്വസിച്ച് നിങ്ങൾ നന്ദി പറയുമ്പോൾ മനസ്സ് അതിനെ സത്യമായി എടുക്കുന്നു. അങ്ങനെ നിങ്ങളുടെ പുതിയ ചിന്തകൾക്കും ഊർജത്തിനുമനുസരിച്ച് പ്രപഞ്ചം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് പുനഃക്രമീകരിക്കപ്പെടുന്നു. നമ്മൾ എന്താണോ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് അതിനെ ഉപബോധ മനസ്സ് യാഥാർത്ഥ്യമായി കരുതുന്നു. നിങ്ങൾ ഇല്ലായ്മയിലും നന്ദി പറയുമ്പോൾ പ്രപഞ്ചം കൂടുതൽ കൂടുതൽ നിങ്ങളിൽ വൈബ്രേഷൻ പ്രവർത്തിപ്പിക്കുന്നു. എല്ലാം ഊർജമാണ്. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നതിന് മുമ്പ് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഊർജം ഉയർന്ന വൈബ്രേഷനിലേക്ക് പോകുന്നു. പ്രപഞ്ചം അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ തുടങ്ങുന്നു. ഉദാഹരണം, നിങ്ങൾക്ക് ഇതുവരെ വിജയം ലഭിക്കുന്നില്ലെങ്കിൽ വിജയം ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കാതെ താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ ഇതിനകം വിജയിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഊർജ്ജനില മാറുമ്പോൾ അതേ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും വരാൻ തുടങ്ങും. എങ്ങനെ നന്ദി പറയണം? ഇതിനുള്ള മികച്ച രീതി എന്താണെന്ന് നോക്കാം. താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ ആഗ്രഹം സഫലമായിരിക്കുന്നു എന്ന് 3 തവണ പറയുക. രാവിലെ ഉണരുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ സജീവമായിരിക്കും. ആ സമയത്ത് ഇത് പറയുന്നത് വേഗത്തിൽ മനസ്സിൽ പതിയാൻ സഹായിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് പറയുക. ഉറങ്ങുന്നതിന് മുമ്പ് ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് രാത്രി മുഴുവൻ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ഊർജത്തോടു കൂടി ഉണരും. ഒരു ഡയറി എഴുതുക. താങ്ക് യു യൂണിവേഴ്സ്, എനിക്കിപ്പോൾ ആഗ്രഹിച്ചത് ലഭിച്ചു എന്ന് എഴുതുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എഴുതി നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നു. ഉദാഹരണം, ഒരു ജോലി വേണമെങ്കിൽ ഇങ്ങനെ എഴുതുക. താങ്ക് യു യൂണിവേഴ്സ്, എനിക്കെൻ്റെ സ്വപ്ന ജോലി ലഭിച്ചു. നന്ദി പ്രപഞ്ചമേ, ഞാനിപ്പോൾ എല്ലാ മാസവും നല്ലൊരു തുക സമ്പാദിക്കുന്നു. നന്ദി പ്രപഞ്ചമേ, ഞാനിപ്പോൾ സന്തോഷവാനും വിജയിച്ചവനുമായ ഒരു വ്യക്തിയാണ്. ദിവസവും എഴുതുമ്പോൾ പ്രപഞ്ചം ഈ ആഗ്രഹം യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. നിങ്ങളുടെ ആഗ്രഹം വേഗത്തിൽ സഫലമാകാൻ പ്രപഞ്ചത്തോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾ ശരിയായ വാക്കുകളോടെയും വികാരത്തോടെയും വിശ്വാസത്തോടെയും പ്രപഞ്ചത്തോട് സംസാരിക്കുമ്പോൾ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കൂ. പ്രപഞ്ചത്തോട് ചോദിക്കാനുള്ള ശരിയായ വഴി, നന്ദി പ്രപഞ്ചമേ, എൻ്റെ ആഗ്രഹം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുക. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതിനെ സത്യമായി എടുക്കുന്നു. നിങ്ങൾ സമൃദ്ധിയുടെ ഊർജത്തിൽ എത്തുന്നു. തെറ്റായ രീതി, ദൈവമേ, ദയവായി എനിക്ക് ഈ കാര്യം നൽകുക. ഇങ്ങനെ പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ ഇല്ലായ്മയുടെ സാഹചര്യങ്ങൾ നൽകുന്നു. പ്രപഞ്ചത്തോട് ഒരിക്കലും യാചിക്കരുത്. നിങ്ങളുടെ ആഗ്രഹം സഫലമായതുപോലെ സംസാരിക്കുക. പ്രപഞ്ചത്തോട് ശരിയായ രീതിയിൽ ചോദിക്കാനുള്ള ലളിതമായ മാർഗങ്ങൾ. ആഗ്രഹം വർത്തമാനകാലത്തിൽ പറയുക. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം നിറവേറിയതുപോലെ സംസാരിക്കുക. ഉദാഹരണം, താങ്ക് യു യൂണിവേഴ്സ്,
എനിക്കിപ്പോൾ എൻ്റെ സ്വപ്ന ജോലിയുണ്ട്. നന്ദി പ്രപഞ്ചമേ, എനിക്കിപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചു. നന്ദി പ്രപഞ്ചമേ, എനിക്കെൻ്റെ യഥാർത്ഥ പ്രണയം ലഭിച്ചു. നിങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന ഭാവനയിൽ കാണുക. 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ കണ്ണടച്ച് ആ കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് പണമുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾ ഇതിനകം വിജയിച്ച ആളാണെന്ന് സങ്കല്പിക്കുക. സന്തോഷം അനുഭവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സന്തോഷം അനുഭവിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കത് നൽകും. നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ്. പ്രപഞ്ചത്തോട് മുൻകൂട്ടി നന്ദി പറയുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതിനു മുൻപേ തന്നെ പ്രപഞ്ചത്തോട് നന്ദി പറയുക. നന്ദി പ്രപഞ്ചമേ, എനിക്കിപ്പോൾ എല്ലാം ലഭിക്കുന്നു. നന്ദി പ്രപഞ്ചമേ, എൻ്റെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ്. നന്ദി പ്രപഞ്ചമേ, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നു. ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ പൂർത്തിയാവുകയും ചെയ്യുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ താങ്ക് യു യൂണിവേഴ്സ് പറയുക. ഈ സമയം ഏറ്റവും ശക്തിയേറിയതാണ്. ഈ പ്രപഞ്ചവും നിങ്ങളുടെ ഉപബോധ മനസ്സും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സജീവമായിരിക്കും. നിങ്ങൾ ദിവസവും 5 തവണയെങ്കിലും പ്രപഞ്ചത്തോട് നന്ദി പറയുക. എത്രയും കൂടുതൽ പറയുന്നു അത്രയും വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. എൻ്റെ ആഗ്രഹം എപ്പോഴാണ് പൂർത്തിയാകുന്നത് എന്ന് കാത്തിരുന്ന് എൻ്റെ ആഗ്രഹം എപ്പോഴാണ് പൂർത്തിയാകുന്നത് എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് നെഗറ്റീവ് ഊർജം അയക്കുന്നു. പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞ് അതിനെ മറക്കുക. അത് താനേ സംഭവിക്കും. ഇത് ശരിക്കും സംഭവിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് ലോ ഓഫ് അട്രാക്ഷനെ തടസ്സപ്പെടുത്തും. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നൽകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ദിവസം മുഴുവൻ നെഗറ്റീവായി ചിന്തിച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ നടക്കില്ല. പോസിറ്റീവായി ചിന്തിക്കുക. പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാനുള്ള എളുപ്പവഴി. നിങ്ങൾക്കിതിൽ വിശ്വാസമുണ്ടെങ്കിൽ കമൻറ്റിൽ നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതുക. നന്ദി.